നമ്മളിപ്പം 22.5 കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡ് എന്ന് പറയുന്ന വെലാസിറ്റിയിൽ മൂവ് ചെയ്തിട്ടിരുന്ന ആ മാർസ് ഓർബിറ്റർ മിഷൻ, ആ വെലാസിറ്റി നമ്മൾ 22.4 കിലോമീറ്റേഴ്സ് എന്ന് പറയുന്ന വേഗത സണ്ണിനെ റെഫർ ചെയ്തിട്ടുള്ളതാണ്. അത് മാർസിന്റെ ഓർബിറ്ററിലേക്ക്, മാർസിന്റെ അടുത്തേക്ക് പ്രവേശിച്ചു കഴിയുമ്പം ആ കണക്ക് കൂട്ടലിന്റെ വ്യത്യാസം കൊണ്ട് അത് അറൌണ്ട് 5 കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡിലേക്ക് മാറും. 5 കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡിലേക്ക് മാറുന്ന ആ വേഗതയെ ലാമിന്റെ പ്രവർത്തനം കൊണ്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ടത്, ബ്രേക്കിംഗ് നമുക്ക് റെഡ്യൂസ് ചെയ്യേണ്ടത് 4 കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡിലേക്ക് മാറ്റണം. ഉദ്ദേശം, ഞാൻ ഈ പറയുന്നതെല്ലാം ഉദ്ദേശമാണ്. ആ 4 കിലോമീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുന്ന പ്രവണത 24 മിനിറ്റ് പ്രവർത്തിപ്പിക്കുമ്പോൾ, കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ 1 കിലോമീറ്റർ പെർ സെക്കൻഡ് വെലാസിറ്റി റിഡക്ഷൻ ഉണ്ടാകുമോ എന്നുള്ളത് ഇന്നത്തെ പരീക്ഷണത്തിൽ 4 സെക്കൻഡ് ഫയർ ചെയ്തപ്പം അതിൽ കിട്ടിയിരിക്കുന്ന വെലാസിറ്റി റിഡക്ഷനായിട്ട് നല്ലോണം മാച്ച് ചെയ്യുന്നുണ്ട്. മംഗൾയാന്റെ ദൗത്യം പൂർത്തിയാകുന്നതോടുകൂടി ചൊവ്വയിൽ നിന്നുള്ള എന്തെല്ലാം വിവരശേഖരണമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ ഫേസ്ബുക്കിലും സൈറ്റിലും എല്ലാം പോലെ 5 വിവിധ തര ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ ഇതിലേക്ക് വെച്ചിരിക്കുന്നത്. ആ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് നമ്മൾ ആദ്യം കളർ മോണിറ്റർ, കളർ ഫോട്ടോ, കളർ ക്യാമറ, ദെൻ ഇൻഫ്രാറെഡ് ഇമേജ്, തെർമൽ ഇമേജ് സെൻസർ, ദെൻ മീഥെയിൻ സെൻസർ, ദെൻ മേൻക പേലോഡ് എന്ന് പറയുന്ന തുമ്പയിലുള്ള സ്പേസ് ഫിസിക്സ് ലബോറട്ടറി എന്നുള്ള ഒരു ഇൻസ്ട്രുമെന്റ്, അതായത് എക്സോസ്ഫിയർ ന്യൂട്രൽ കോമ്പോസിഷൻ അനലൈസർ എന്നുള്ള ഒരു ഇൻസ്ട്രുമെന്റ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറ്റ്മോസ്ഫിയറിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അനലൈസ് ചെയ്യാനുള്ള ഈ ഇൻസ്ട്രുമെന്റ്സ് എല്ലാം പ്രവർത്തികമാകും. ആദ്യം പ്രവർത്തനക്ഷമതയിലാക്കാൻ പോകുന്നത് ക്യാമറയാണ്, കളർ ക്യാമറയാണ്. ഇതിനകത്തുള്ള മീഥേൻ സെൻസർ ഫോർ മാർസ് എന്ന ഉപകരണം, അതിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഒരു ജൈവമണ്ഡലത്തിന്റെ സാധ്യതയെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമ്മളെ സഹായിക്കുമോ ചൊവ്വയിൽ? അങ്ങനെയാണ് സാധാരണ മീഥെയിൻ സെൻസർ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. അതായത് മീഥെയിൻ ഗ്യാസ് ഇവോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോടി വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ഒരു ജൈവ സാധ്യത അവിടെ ഉണ്ടായിരിക്കണം. മാർസിനെ കുറിച്ചിട്ടുള്ള ഹിസ്റ്ററി, ചരിത്രമെല്ലാം പറയുന്നത് അങ്ങനെയാണ്. അതായത് ഏതോ ഒരു കാലഘട്ടത്തിൽ കോടാനുകോടി വർഷങ്ങൾക്ക് മുൻപ് ജൈവ സാധ്യത ഉണ്ടായിരുന്നെന്നും പിന്നെയാണ് അതിന് മാറ്റങ്ങൾ സംഭവിച്ചതെന്നും ആ മാറ്റങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് ഇന്നത്തെ രൂപത്തിലെത്തിയതെന്നുള്ളതാണ്. അപ്പൊ മീഥെയിൻ ഗ്യാസിന്റെ ട്രേസസ് കിട്ടിക്കഴിഞ്ഞാൽ ആ വിശ്വാസത്തിന് ഒരു സപ്പോർട്ട് കിട്ടും. സൈഡിംഗ് സ്പ്രിംഗ് എന്ന വാൽ നക്ഷത്രം ഏതെങ്കിലും തരത്തിൽ മംഗൾയാന് ഭീഷണിയാണോ? ഇന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ അനുസരിച്ചിട്ട് നോക്കിക്കഴിയുമ്പോൾ അങ്ങനെ ഒരു ഭീഷണിയായിട്ട് തോന്നുന്നില്ല അതിന്. റൈറ്റ്, വളരെയധികം നന്ദി ഡോക്ടർ എം സി ദത്തൻ, ഒപ്പം തന്നെ പ്രൊഫസർ കെ പാപ്പുട്ടി, ശ്രീ വി എസ് ശ്യാം ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കാനെത്തിയതിന് വളരെയധികം നന്ദി.